ഓം ശാന്തി. മനസ്സിലെ വിഷാംശങ്ങളെ ഇല്ലാതാക്കൂ. ഓം ശാന്തി. പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ നെഗറ്റീവ് വരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്താണെന്നറിയോ? മനസ്സിനെ ശുദ്ധീകരിക്കാത്തത് കൊണ്ടാണ്. വർഷത്തിലൊരിക്കൽ നമ്മുടെ എല്ലാം വീടുകളിൽ കർക്കിടകത്തിൻ്റെ ആരംഭ സമയത്ത് വീടിനെ ശുദ്ധീകരിക്കുന്ന, പണ്ടത്തെ നമ്മുടെ ആളുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടിയെ പുറത്താക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊരു ചടങ്ങ് തന്നെ ചെയ്യാറുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞ ദീപാവലി സമയത്ത് വീടുകളെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് പുതിയ കണക്ക് ബുക്കുകൾ, പുതിയ സാധനങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ എല്ലാം പുതിയതാക്കിക്കൊണ്ട് വീട്ടുകാരെയും അഥവാ വസ്ത്രങ്ങളെയൊക്കെ ശുദ്ധീകരിക്കുന്ന കണക്കുകളെ പുതിയതായി തുടങ്ങുന്ന രീതിയിൽ ദീപാവലി സമയത്ത് നോർത്ത് ഇന്ത്യയിൽ നോക്കി എല്ലാ വീടുകളിലും അത്തരത്തിൽ നടത്താറുണ്ട്. നമ്മുടെ നാടുകളിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിലെ ഉത്സവം വന്നാൽ ആ അമ്പലത്തിൻ്റെ ചുറ്റുപാടുള്ളതായിരിക്കുന്ന എല്ലാ വീടുകളും അടിച്ചുവാരുക, തുടയ്ക്കുക, വൃത്തിയാക്കുക. പിന്നെ എല്ലാ പഴയ സാധനങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ എടുത്ത് മാറ്റുക, എന്നിട്ട് എടുത്ത് ക്ലീൻ ചെയ്യുക. എടുക്കാത്ത കട്ടിലോ സാധനങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യുക. പിന്നെ വീട് വൈറ്റ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ പെയിൻറ്റിങ് തുരുമ്പ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ ചെയ്യുക. ഇങ്ങനെ പല പല ഉത്സവങ്ങളുടെയും ഭാഗമായിക്കൊണ്ട് മനുഷ്യന്മാർ വീടിനെയൊക്കെ ശുദ്ധീകരിക്കുന്ന നമുക്ക് കാണാറുണ്ട്. വാസ്തവത്തിൽ ഈ ശുദ്ധീകരണം നമ്മുടെ വീടിനും വീടിൻ്റെ അന്തരീക്ഷത്തിലും ഒരു നല്ല പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഉത്സവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പുറത്തേക്കുള്ള പ്രവാഹം എന്നാണ് അർത്ഥം. ഉത്സാഹം നിറഞ്ഞ ദിവസമാണ് നമ്മൾ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. ആ ഉത്സാഹം കൊണ്ടുവരാൻ വേണ്ടി വീടും പരിസരവും പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കാവുന്ന എല്ലാ നല്ല സാധനങ്ങളും നല്ല ഡെക്കറേഷൻസും ചെയ്തുകൊണ്ട് പൂർണ്ണമായി ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മളൊരു വീട്ടിൽ ഒരു ഉത്സവത്തിന് അഥവാ ഉത്സാഹത്തിന് ആഹ്വാനം ചെയ്യാറുണ്ട്. ഇതുപോലെ വർഷത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഒക്കെ ഉത്സവങ്ങൾ വരുന്നു. നമ്മളെല്ലാവരും വീടും പരിസരമൊക്കെ ശുദ്ധീകരിക്കുന്നു. പക്ഷേ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ എപ്പോഴെങ്കിലും ഈ ഉത്സാഹത്തിന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ടോ? ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. 10 വർഷം മുന്നത്തെ, 15 വർഷം മുന്നത്തെ, 20 വർഷം മുന്നത്തെ കുട്ടിക്കാലത്തെ, ഇങ്ങനെ എത്രയോ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ പഴയ സ്മൃതികളായിരിക്കുന്ന ആ എല്ലാ നെഗറ്റീവ്സിനെയും, അഴുക്കുകളെയും തുരുമ്പുകളെയും അത് മനസ്സിൻ്റെ ഏതോ കോർണറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തു വച്ചിരിക്കുകയാണ്, സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഈ സൂക്ഷിച്ചു വെച്ചതായിരിക്കുന്ന സാധനങ്ങളെ ശുദ്ധീകരിക്കാത്തിടത്തോളം എവിടെയാണോ ചീഞ്ഞു നാറുന്ന സാധനം ഉള്ളത് അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്യും. അന്തരീക്ഷത്തിൽ ആ മലിനമായിരിക്കുന്ന സ്മെല്ലും അണുക്കളും എല്ലാം നിറഞ്ഞു നിൽക്കും. അതുപോലെ നമ്മുടെ ഉള്ളിലും നമ്മൾ അറിയാതെ ഏത് രീതിയിലാണ് അത് ചീഞ്ഞു നാറി എന്നതൊരു ഘടകമല്ല. ചീഞ്ഞു നാറുന്നുണ്ടെങ്കിൽ അതെല്ലാം കേടായത് തന്നെയാണ്. ഒരാൾ മുറിച്ചു വെച്ച പച്ചക്കറി ചീഞ്ഞതാണോ, മുഴുവൻ പച്ചക്കറി ചീഞ്ഞതാണോ, ആരെങ്കിലും അതിനെ കേടാക്കി ഇട്ടത് കൊണ്ട് ചീഞ്ഞതാണോ, അത് യാതൊരു രീതിയിലും അത് ബാധിക്കുന്ന ഘടകമല്ല. ചീഞ്ഞു നാറുന്ന എല്ലാ വെജിറ്റബിൾസും, എന്ത് സാധനവും അത് എന്ത് കാരണം കൊണ്ട് അഴുകിയാലും അഴുകിയ എല്ലാത്തിൽ നിന്നും ഒരുപോലുള്ളതായിരിക്കുന്ന ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് രോഗമുണ്ടാക്കും, അസ്വസ്ഥതയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് കാരണങ്ങൾ കൊണ്ട് മറ്റൊരാളെന്നെ വേദനിപ്പിച്ചിട്ടാണോ, മറ്റൊരാൾ എനിക്ക് മുറിവേൽപ്പിച്ചിട്ടാണോ, അതോ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ സംഭവിച്ചതായിട്ടുള്ള അബദ്ധം കൊണ്ടാണോ, എന്തുകൊണ്ട് എന്നത് മനസ്സിന് യാതൊരു ഘടകമല്ല. മനസ്സിന് ഇത്ര മാത്രമേ അറിയൂ, അവിടെ എന്തെങ്കിലും മോശമായിരിക്കുന്ന സ്മൃതികൾ എന്ത് കാരണം കൊണ്ടുള്ളതാണെങ്കിലും അത് എൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കുന്ന വൈബ്രേഷൻ അത് മോശം വൈബ്രേഷൻസ് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായിരിക്കുന്ന സ്മൃതികൾ നിറയ്ക്കുകയും പഴയ സ്മൃതികളെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ രീതിയിൽ നമ്മൾ ചെയ്യാമോ അതൊക്കെ ചെയ്യണം. ശാരീരികമായി സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഒന്നുകിൽ അനുലോമ വിലോമം പോലുള്ളതായിരിക്കുന്ന, അല്ലെങ്കിൽ ഭസ്ത്രിക, പ്രാണായാമം, ഇങ്ങനെ കൊച്ചു കൊച്ചു എക്സസൈസുകളിലൂടെ ഒരു പരിധി വരെയൊക്കെ ശരീരത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ആക്കാൻ നമുക്ക് സാധിക്കും. പോസിറ്റീവായിട്ടുള്ള എനർജി റിസീവ് ചെയ്യുന്ന രീതിയിലാണ് ആ ടെക്നിക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ പോസിറ്റീവ് എനർജീനെ സ്വീകരിക്കുന്ന ഒരു ലെവൽ വരെ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ആയിരിക്കുന്ന നല്ല ഗ്രീനറി ഉള്ള സ്ഥലത്ത് വാക്കിങ്ങിന് പോകാൻ പറ്റിയാൽ ഇതൊക്കെ കുറച്ച് ശാരീരികമായ രീതിയിൽ നമ്മളെ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ പ്രഭാവങ്ങൾ മനസ്സിലേക്ക് ഉണ്ടാക്കാനോ സാധിക്കും എന്ന് കരുതി അതിൻ്റെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന, അഥവാ അതാണ് എന്നുപോലും അറിയാത്ത രീതിയിൽ ഇരുന്ന് പഴയ സ്മൃതികൾ അവിടെ ഇരുന്നു കൊണ്ട് വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത്, കാണുന്ന സമയത്ത് പെട്ടെന്ന്
പെട്ടെന്നായിരിക്കും അവരെ കാണുമ്പോഴേക്കും അത് റിലേറ്റഡ് ആയിരിക്കുന്ന എല്ലാ മെമ്മറി നമ്മുടെ ഉള്ളിലേക്ക് ഓടി വരുന്നുണ്ടായിരിക്കുക. അവരെ കണ്ടതും ആ എല്ലാ ഓർമ്മയും എൻ്റെ ഉള്ളിലേക്ക് ഉണർന്നു വന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വിത്ത് ഫീലിംഗ് എല്ലാ മെമ്മറിയും അവിടെ നിങ്ങൾ സേവ് ആക്കി വെച്ചിരിക്കുകയാണ്. ആ ഫയലിനുള്ളിൽ ഓപ്പൺ ആകുന്ന നിമിഷം അത് ഫുള്ളായിട്ടുള്ള ആ എനർജിയിൽ പുറത്തേക്ക് പ്രവഹിക്കുക തന്നെ ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ പോസിറ്റീവ് എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻ്റൽ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയും. ഇന്നത്തെ കാലത്ത് ഹെൽത്തിനെ കുറിച്ച് ഒരുപാട് അവെയറാണ് ആളുകൾ. പല വെൽനസ് പ്രൊഡക്ട്സും നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ അവൈലബിൾ ആയിട്ടുണ്ടാവും. ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷൻ നടത്താൻ നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന്, കഴിച്ച മരുന്നിൽ നിന്ന്, അഥവാ ശ്വസിച്ച വായുവിൽ നിന്ന്, കുടിച്ച വെള്ളത്തിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ശരീരത്തിൽ വിഷാംശങ്ങൾ കലർന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ, ശുദ്ധീകരിക്കാൻ വേണ്ടി കഴിക്കേണ്ടതായിരിക്കുന്ന, നമ്മുടെ ഓക്സിഡൈസേഷൻ കൂട്ടുന്നതായിരിക്കുന്ന, ശരീരത്തിൽ ഓക്സിജൻ കൂടുതൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന പ്രക്രിയകളെ കൂട്ടുന്ന രീതിയിലുള്ള ഒരുപാട് ആഹാരത്തിൻ്റെ ഭാഗമായ വെൽനസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതായിട്ടുള്ള പല സാധനങ്ങളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതേസമയം മനസ്സിനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരേ ഒരു മെത്തേഡ് ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നതാണ്. മെഡിറ്റേഷന് പല ടെക്നിക്ക് യൂസ് ചെയ്യാം. മെഡിറ്റേഷനിലൂടെ ത്രൂ നിങ്ങൾക്ക് നമ്മുടെ പഴയ മെമ്മറി കളയാനുള്ളതായിട്ടുള്ള NLP ടെക്നിക്ക് എ ടൈപ്പ് ഓഫ് മെഡിറ്റേഷനാണ്. കാരണം മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഏകാഗ്രമായി യാത്ര ചെയ്തുകൊണ്ട് പുറം ലോകത്ത് നിന്ന് വിഡ്രോ ചെയ്ത് ഞാൻ സ്വയം എന്നിലേക്ക് തന്നെ ഏകാഗ്രാക്കിക്കൊണ്ട് എൻ്റെ മനസ്സിലുള്ളതായിരിക്കുന്ന പഴയ ഓർമ്മകളെ ഓരോന്നോരോന്നായിട്ടൊരു പ്രക്രിയയിലൂടെ എടുത്തു കളയുന്നതായിട്ടുള്ള പ്രക്രിയ എ ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ എന്ന് നമുക്ക് അതിനെയും പറയാം. വേറൊന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള രീതിയിൽ പോസിറ്റീവ് അഫോർമേഷൻസിലൂടെ മനസ്സിനുള്ളിലേക്ക് പോസിറ്റീവ് എനർജി നിറച്ച് ഫുൾ പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ട് നിറയുന്ന ഒരു നിമിഷം വരുമ്പോൾ എല്ലാ നെഗറ്റീവ് മെമ്മറീസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. പഴയ ഓർമ്മകൾ ഓരോന്നോരോന്നായി ഒഴിവാക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കും. അതും ഒരു മെത്തേഡാണ്. പിന്നെ മറ്റൊന്ന് പോസിറ്റീവായിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് മനനം ചെയ്ത് അതിൽ മനസ്സിനെ മുഴുക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ അതും സ്വാഭാവികമായി കൊണ്ട് പതുക്കെ നമ്മുടെ പഴയ ഓർമ്മകളുടെ ശക്തി ഇല്ലാതാക്കി അത് മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര എന്തു ചെയ്തിട്ടും പറ്റാത്ത വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈശ്വരനത് കത്തെഴുതി കൊടുത്തുകൊണ്ട് മനസ്സിലെ എല്ലാ ഭാരങ്ങളും ഭഗവാനോട് തുറന്ന് പറഞ്ഞ് ഹൃദയത്തെ ഭാരമില്ലാതാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ഒരു രീതിയിലുള്ളതായിരിക്കുന്ന ശുദ്ധീകരണ പ്രക്രിയ നമ്മുടെ മനസ്സിൽ നടത്തിയിട്ടില്ല എങ്കിൽ അതെന്ത് കാരണം കൊണ്ട് എന്നതല്ല, എന്ത് കാരണം കൊണ്ടും നമ്മളുള്ളതായിരിക്കുന്ന ആ നെഗറ്റീവായിരിക്കുന്ന സ്മൃതികൾ, വേണ്ടാത്തതായിരിക്കുന്ന ഓർമ്മകൾ പതുക്കെ സ്മൃതിയിൽ നിന്ന് സ്ഥിതി എന്നാണ് പറയുന്നത്. ഏതാണോ നമ്മളുള്ളതായിട്ടുള്ള സ്മൃതി അതാണ് നമ്മളിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള വൈബ്രേഷൻ. അതുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ പോസിറ്റീവായിരിക്കുന്ന പൂർണ്ണമായിട്ടും എത്ര കൂടുതലായിട്ട് നിങ്ങൾക്ക് ശുഭമാകാൻ പറ്റുമോ, പോസിറ്റീവ് ആകാൻ പറ്റുമോ അത്രയും നന്നായി നമ്മൾ എനർജി നിറയും. അത്രയും വേഗത്തിൽ നമ്മുടെ തോട്ട്സിൽ പോസിറ്റിവിറ്റി നിറയും. ഏതാണെങ്കിലും പോസിറ്റിവിറ്റി ഓർ നെഗറ്റിവിറ്റി, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്ത് എൻ്റെ ഉള്ളിൽ നിന്ന് എനർജി വരുന്നുണ്ടോ ആ എനർജിയാണ് എൻ്റെ ഉള്ളിലേക്ക് തന്നെത്താൻ ആ രീതിയിൽ എനർജീനെ ആകർഷിക്കുക. അതൊരു പരമമായിരിക്കുന്ന സത്യമാണ്. അത് ആർക്കും മാറ്റാൻ സാധ്യമല്ല. എന്തുകൊണ്ട് സംഭവിച്ചു എന്നല്ല, എന്ത് വരുന്നു എന്നതാണ് പ്രാധാന്യം. അതുകൊണ്ട് ദിവസവും കുറച്ച് സമയം അതിനു വേണ്ടി സമയം കണ്ടെത്തിയേ തീരൂ, അതിനുവേണ്ടി പരിശ്രമിച്ചേ തീരൂ, നമ്മുടെ ഉള്ളിൽ പവർഫുള്ളാക്കിയേ തീരൂ. അതുകൊണ്ട് നിരന്തരമായിട്ട് മെഡിറ്റേഷൻ, പോസിറ്റീവായിട്ടുള്ള സ്റ്റഡി, അതിൻ്റെ മനനം, അഥവാ ദിവസവും ഭഗവാന് കത്തെഴുതി, അഥവാ ഈ മെത്തേഡൊക്കെ ഒരു ദിവസം ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ നിങ്ങളുള്ളതായിരിക്കുന്ന ഉപബോധ മനസ്സിലെ എല്ലാ പഴയ ഓർമ്മകളെയും ഇല്ലാതാക്കി, അഥവാ വേദനിക്കുന്നതായിരിക്കുന്ന നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് വൈബ്രേഷൻ പോസിറ്റീവ് ആൻഡ് കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലെ ഉപബോധ മനസ്സുകളുടെ ഉള്ളിൽ അറകളിലിരിക്കുന്നതായിരിക്കുന്ന എല്ലാ നെഗറ്റീവും കളയുന്ന അടുത്ത നിമിഷം നമ്മുടെ മനസ്സിനുള്ളിലേക്ക് വളരെ ശക്തമായിരിക്കുന്ന പോസിറ്റീവ് എനർജി, എത്ര % പോസിറ്റീവ് വരുന്നുണ്ടോ അത്ര % നെഗറ്റീവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പോസിറ്റീവ് എന്നറിയുന്നതിനനുസരിച്ച് നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടും, നല്ല ആളുകൾ നമ്മളിലേക്ക് വരാൻ തുടങ്ങും, നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വരാൻ തുടങ്ങും, ജീവിതത്തിൻ്റെ വിജയം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിലേക്ക് അടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് നിർബന്ധമായിട്ടും മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഈ പ്രക്രിയ ചെയ്യണം, നിരന്തരമായിട്ട് അതിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നടക്കാത്തതും, പലപ്പോഴും ആഗ്രഹിക്കുന്നതിൻ്റെ വിപരീതമായിരിക്കുന്ന രീതിയിൽ പല കാര്യങ്ങൾ വരുന്നതും. അതുകൊണ്ട് ഈ ഒരു സത്യത്തെ മനസ്സിലാക്കി നമ്മളെ ശുദ്ധീകരിക്കുക, നമ്മളിലേക്ക് ആകർഷിക്കുന്ന എല്ലാത്തിനെയും പോസിറ്റീവ് ആക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശാന്തി.